ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജു സ്റ്റിച്ചിങ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു സാരി എടുത്തിട്ട് അതിനകത്തുനിന്ന് പട്ടുപാവാടയും ഉടുപ്പും തയ്ക്കുന്നത് എങ്ങനെ. പട്ടുപാവാട ഉടുപ്പെന്ന് പറയുന്നത് ക്രോപ്പ് ഉടുപ്പാണ്, പ്രിൻസസ് കട്ടിൻ്റെ. അതേപോലെ കൈക്ക് 3 കുഞ്ഞു ഞൂറ് വരത്തക്ക രീതിയിലുള്ള കൈയുമാണ് എടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യമേ സാരിയിൽ നിന്ന് ഈ മുന്താണിയുടെ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. പിന്നെ വിത്ത് ബ്ലൗസ് ഉണ്ട്, അതിൽ നമുക്ക് ക്രോപ്പ് ഉടുപ്പും തയ്ക്കാം. ഈ മുന്താണിയുടെ ഭാഗം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ കൈക്ക് ആവശ്യത്തിനായിട്ടാണ്. അത് ഡിസൈന് വ്യത്യാസം ഉണ്ടായിട്ടാണ് നമ്മൾ മുന്താണിയുടെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി നമ്മൾ ബാക്കി വരുന്ന സാരിയുടെ ഭാഗം എടുത്ത് ഇതേപോലെ തുണി 4ആയിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് പാവാടയുടെ നീളം നമ്മൾ എവിടാണോ പാവാട ഉടുക്കുന്നത് അവിടുന്ന് തറ നിരപ്പ് വരെയുള്ള നീളം അത് 40 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. താഴെ ബോർഡർ വീതിയുള്ള ഭാഗം താഴെ എടുത്തുകൊണ്ട് മുകളിലോട്ടാണ് നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള തുണിയെല്ലാം നമ്മളങ്ങ് പാവാടയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുവാണ്. വിത്ത് ബ്ലൗസ് വന്നതാണ് നമ്മൾ ക്രോപ്പ് ഉടുപ്പായിട്ട് എടുത്തിരിക്കുന്നത്. മുന്താണിയുടെ ഭാഗം എടുത്ത് കൈക്കായിട്ടും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പാവാടയുടെ ലെങ്ത് ഇതേപോലെ പാവാട എവിടെയാണ് ഉടുക്കുന്നത് അവിടെ നിന്ന് തറ നിരപ്പ് വരെയുള്ള ലെങ്ത് എടുത്ത് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് പടിയാണ് എടുക്കേണ്ടത്. പടിയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. നമുക്ക് തയ്ച്ച് വരുമ്പോൾ 2 ഇഞ്ച് കിട്ടും. പിന്നെ നമുക്ക് വരേണ്ടത് വണ്ണം നമുക്ക് പറഞ്ഞിരിക്കുന്നത് 32 ഇഞ്ചാണ്. അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ ഹുക്കും ഹോളും പോലെ വരിഞ്ഞിടാനുള്ളതാണ്, വള്ളിയിടുന്ന പാവാടയല്ല. അപ്പം 32 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് എക്സ്ട്രാ കൂട്ടുക. എന്നിട്ട് നമുക്ക് മുകളിലത്തേക്ക് ആവശ്യമായിട്ടുള്ള പടി കട്ട് ചെയ്തെടുക്കാം. മുകളിലത്തേക്ക് ആവശ്യമായിട്ടുള്ള പടിയുടെ നീളം എടുത്തത് നമ്മൾ എവിടാണോ പാവാട ഉടുക്കുന്നത് അവിടെ ചുറ്റും വരുന്ന വണ്ണം. പാവാടയുടെ കട്ടിങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ക്രോപ്പ് ഉടുപ്പ് കട്ട് ചെയ്യാം. സാരിയിൽ നിന്ന് വിത്ത് ബ്ലൗസാണ് നമ്മൾ ക്രോപ്പ് ഉടുപ്പ് തയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. തുണി ഇതേപോലെ 2ആയിട്ട് മടക്കിയിടുക. നമുക്ക് ആദ്യമേ ബാക്ക് വശത്തെ പാർട്ടാണ് എടുക്കുന്നത്. നീളം നമുക്ക് വരുന്നത് 16 ഇഞ്ചാണ്. ആ പടിയുടെ ഒപ്പം തന്നെ നിൽക്കത്തക്ക രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നീളം നമുക്ക് 16 ഇഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടുക, അപ്പോൾ 17 ഇഞ്ച്. വണ്ണം പറഞ്ഞിരിക്കുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 പ്ലസ് 2 ഇഞ്ച്, അപ്പം 8.5. അതിൻ്റെ കൂടെ 2 കൂടെ ആയപ്പോൾ 10.5 ഇഞ്ച്. അത് മാർക്ക് ചെയ്യുക. ഷോൾഡർ നമുക്ക് വണ്ണത്തിൻ്റെ 6/1, അപ്പോൾ നമുക്ക് ഷോൾഡർ കിട്ടുന്നത് 5.5 ഇഞ്ച്. അത് തന്നെയാണ്, സെയിം തന്നെയാണ്. കൈക്കുഴി 5.5 തന്നെയാണ് എടുത്തിരിക്കുന്നത്. കഴുത്തിൻ്റെ വിഡ്ത്ത് പറഞ്ഞിരിക്കുന്നത് 3 ഇഞ്ചാണ്. ഇത്രയും നമ്മൾ മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ ബാക്ക് വശമാണ് എടുക്കുന്നത്. ആദ്യമേ നമ്മൾ പ്രിൻസസ് കട്ടിന് ബാക്ക് വശത്തെ പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ മോൾ ഭാഗം കൊണ്ട് താഴ്ഭാഗം വരുന്ന സമയത്ത് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഷേപ്പ് പോലെ മാർക്ക് ചെയ്യുക. ഇനി കഴുത്തിൻ്റെ ബാക്ക് വശത്തെ കഴുത്തിറക്കം പറഞ്ഞിരിക്കുന്നത് 7 ഇഞ്ച്. അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്ക് വശത്തെ പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് വശം ഓപ്പൺ ആണ് വരുന്നത്, ഫ്രണ്ട് പ്രിൻസസ് കട്ടുമാണ് വരുന്നത്. ബാക്ക് വശം കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് വശം കട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ബാലൻസ് വരുന്ന തുണിയുടെ പുറത്തോട്ടായിട്ട് ബാക്ക് വശം വെട്ടിയത് ഇതേപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് കഴുത്തിൻ്റെ അകലം, കൈക്കുഴി ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഷോൾഡർ എല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇറക്കം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ ബാക്ക് വശത്തെ പാർട്ട് വെട്ടിയത് വെച്ചിട്ട് തന്നെയാണ് ഫ്രണ്ട് വശത്തെ പാർട്ട് മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് വണ്ണം പറഞ്ഞിരുന്നത് 10.5 ഇഞ്ചാണ്. അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എക്സ്ട്രാ 2.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക. ഫ്രണ്ട് വശം പ്രിൻസസ് കട്ട് വരുന്നതുകൊണ്ടാണ് ഇതേപോലെ 2.5 ഇഞ്ച് എടുത്തത്. മുകളിൽ കൈക്കുഴിയുടെ ഭാഗത്ത് 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനെ തമ്മിൽ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി കഴുത്തിൻ്റെ ഇറക്കം, ഫ്രണ്ട് കഴുത്തിറക്കം നമ്മൾ 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 34 ചെസ്റ്റ് വണ്ണം വരുന്ന ഒരളവാണിത്. കൈക്കുഴി ഇതേപോലെ ഒന്ന് 1/2 ഇഞ്ച് കുഴിച്ചെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്നും ചെസ്റ്റ് പോയിൻ്റ് എടുക്കുക. ചെസ്റ്റ് പോയിൻ്റ് വന്നിരിക്കുന്നത് 10.5 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്യുക. നമ്മൾ ഇനി വിഡ്ത്ത് എടുക്കേണ്ടത് നമ്മുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 പ്ലസ് 0.5. അപ്പം 3.4 0.5 കൂടെ കൂട്ടുമ്പോൾ 3.9 അത് മാർക്ക് ചെയ്യുക. 3.4 താഴെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ കൈക്കുഴിയിലോട്ട് ആ ഷേപ്പ് കൊള്ളിക്കുക. താഴെ ഇതേപോലെ മാർക്ക് ചെയ്യുക. അപ്പം താഴെ വരേണ്ട വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. ആ 2.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുന്നത്.
മുന്താണിയുടെ ഭാഗം നമ്മൾ കൈ വെട്ടുന്നതിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തുണി ഇതേപോലെ നാലായിട്ട് മടക്കിയിടുക. നാലായിട്ട് മടക്കിയിടുന്ന സമയത്ത് വിട്ടെന്ന് പറയുന്നത് 10 ഇഞ്ചും കൈ നീളം പറഞ്ഞിരിക്കുന്നത് 10 ഇഞ്ചായിരുന്നു. അതിൻ്റെ കൂടെ എക്സ്ട്രാ 3 ഇഞ്ചും കൂടി നമ്മൾ കൂട്ടുക. മേളിൽ 3 കുഞ്ഞു ഞൂറ് വരുന്നത് കൊണ്ടാണ് നമ്മൾ 10 ഇഞ്ച് കൈ നീളത്തിൻ്റെ കൂടെ എക്സ്ട്രാ 3 ഇഞ്ചും കൂടി ചേർക്കുന്നത്. കൈ ലെങ്ത് പറഞ്ഞിരിക്കുന്നത് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ അത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 11 ഇഞ്ചിൽ നമ്മൾ കൈ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുക. ആ 11 ഇഞ്ചിൽ നിർത്തിക്കൊണ്ട് വേണം നമ്മുടെ കൈയുടെ കർവ് വരച്ചെടുക്കാൻ. അതിനായിട്ട് നമ്മൾ 11 ഇഞ്ചിൽ നിന്ന് താഴോട്ട് 3 ഇഞ്ച് കർവ് മാർക്ക് ചെയ്യുക. ഇനി എക്സ്ട്രാ നമുക്ക് മുകളിൽ വരുന്ന 2 ഇഞ്ചിലോട്ട് ഇതേപോലെ ഒന്ന് കൈ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴെ വരുന്ന ബോട്ടോ എന്ന് പറയുന്നത് കൈ വണ്ണം പറഞ്ഞിരിക്കുന്നത് 10 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 5, അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ചേർക്കുക. അപ്പോൾ 6.5 ഇഞ്ച്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈ വെട്ടിയെടുക്കാം. ഇത് 34 ഇഞ്ച് വണ്ണം വരുന്ന ഒരു ക്രോപ്പ് ഉടുപ്പാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് പട്ടുപാവാടയും ഉടുപ്പും വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാവുന്നതാണ്.